നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ചിരിച്ച മുഖമാണ് അവർക്കെല്ലാവർക്കും ചിരിച്ച മുഖമാണ്. ചില വ്യക്തികളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ കാണും. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല, അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരിക്കും. ഒരു സമയത്ത് ഒരു ഒരു ദിവസം നമുക്ക് കേൾക്കാം അവരില്ലാതായെന്ന്, ഭൂമി വിട്ടുപോയെന്ന്. അത് നമ്മൾ കാണുന്ന ഈ ചിരിച്ച മുഖത്തിൻ്റെ പുറകിലൊക്കെ വളരെ എന്തുവേലുമൊക്കെ കഥകൾ കാണും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർ പുറത്ത് പറയാൻ പറ്റില്ല, ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ആരോടും ഷെയർ ചെയ്യും, ഒരു പക്ഷേ നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ പറയാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും റീസൺ കൊണ്ട് അവരാരും വെളിയിൽ അത് റിവീൽ ചെയ്യത്തില്ലായിരിക്കും. പക്ഷെ നമ്മളെപ്പോൾ കണ്ടാലും അവർ നന്നായിട്ട് ചിരിക്കും, മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്തരുത്, തെറ്റായ വഴി പോകരുത്, നല്ല നല്ല അഡ്വൈസ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ സ്വന്തം ജീവിതം അവർ വളരെ വേദന നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. പക്ഷെ ചിരിച്ച മുഖമായിരിക്കും. അവരെന്തിനേയും ഏത് പ്രതിസന്ധിയെയും അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അവർക്ക് എന്ത് വിഷയമുണ്ടല്ലോ അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ സ്ട്രോങ് ആയിരിക്കും, എപ്പോഴും അവർ സ്ട്രോങ് ആയിരിക്കും. ഒത്തിരിയും പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറുപ്പം മുതൽ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു, അതെല്ലാം തട്ടിക്കളഞ്ഞ് മുന്നോട്ട് വന്ന വ്യക്തികളായിരിക്കും. അവർ നമ്മൾ നോക്കുമ്പോൾ ഒരുവിധം ലൈഫൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരിക്കും. പുറമേ നോക്കുമ്പോൾ എല്ലാം സക്സസ് ആയിരിക്കും, ജീവിതത്തിൽ പലതും നേടിയെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. അത് തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ അവരുടെ ഉള്ളിൽ പുകയുന്ന ഒരു പ്രശ്നങ്ങൾ കാണുമായിരിക്കും. പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുമായിരിക്കും അവർക്കൊക്കെ. ഒരു ദിവസം അവർ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന നമ്മൾ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിട്ടാണ് നമ്മളതൊക്കെ കേൾക്കുന്നത്. കാര്യം നമ്മളൊക്കെ അതിശയിച്ചു പോകും. ഇത്രയും നല്ലൊരു വ്യക്തി, ഇത്രയും ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു, എല്ലാം സന്തോഷമാണ്, പണമുണ്ട്, സാമ്പത്തിക അത്യാവശ്യമുണ്ട്, കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു മുഖമായിരുന്നു എന്നെല്ലാം നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ദിവസം നമ്മളറിയുന്നു ആ ആൾ ഭൂമി വിട്ടുപോകുക. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല നമുക്കത്. അത് വിശ്വസിക്കാനേ പറ്റത്തില്ല, ഒരിക്കലും വിശ്വസിക്കത്തില്ല. ആ വ്യക്തി ഭൂമി വിട്ടുപോയി, അല്ലെ ഭൂമിയിൽ നിന്ന് പോയി എന്ന്, അല്ലെ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ആയിരിക്കും അത്. നമുക്ക് ആ ആൾ ചെയ്തിരിക്കും, ആ ആൾ പോയിരിക്കും ഭൂമിയിൽ നിന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ചിരിച്ച് അല്ല സന്തോഷത്തോടെ കാണുന്ന മുഖത്തിൻ്റെ പുറകിൽ എന്തുവേലും വിഷമങ്ങൾ കാണും. അപ്പം നമ്മൾ അവരോട് അടുത്ത് ചെന്നിട്ട് അവരുടെ ഉള്ളിലുള്ള നമ്മളൊന്ന് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതെല്ലാം പുറത്ത് വന്നിരിക്കും. അവരത് ഷെയർ ചെയ്തിരിക്കും എന്താ പ്രശ്നമെന്നുള്ളത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടെ നിന്നൊരു സജഷൻ കിട്ടിയിരിക്കും, ഒരു അഡ്വൈസ് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഒരു സാന്ത്വനം കിട്ടിയിരിക്കും. എന്താണെന്നറിയില്ല നമുക്ക്. അത് ചിലപ്പോൾ ഒരു നിമിഷത്തെ അതുകൊണ്ട് ആലോചനകൾ മാറിക്കിട്ടും, ആ ആലോചന മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും നമ്മളുടെ ചില ആളുകളുടെ സപ്പോർട്ട് കാരണം. ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുക്ക ഓരോന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. ഞാൻ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല സപ്പോർട്ട് കൊടുത്ത് ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു സൊസൈറ്റി നമുക്കറിയത്തില്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന്, എല്ലാ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, എല്ലാ മനുഷ്യൻ്റെ പുറകിൽ എന്താണ്, അവരുടെ ഉള്ളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പുറമേ അവർ ചിരിച്ച് സന്തോഷത്തോടിരിക്കുന്നത്, പക്ഷേ അവർക്ക് സ്വയമായിട്ട് അവർക്ക് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, വിഷമമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കാർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം വ്യക്തികളുടെയും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചില വ്യക്തികളുടെ മനസ്സിനെ തട്ടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്കൊരു വാക്ക് പറയുന്ന ഉടനെ പറയുന്ന ഒരു ഉദാഹരണം, ഒരു വ്യക്തിയെ ചെറിയ രീതിയിൽ അവമാനിക്കുക, അല്ലെ എന്തെങ്കിലും രീതി ഇൻസൾട്ട് ചെയ്യുക, അല്ലെ വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുക, വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുന്ന കാര്യമായിരിക്കും. അവരുടെ വായിൽ നിന്ന് ചെറിയതായിട്ട് വന്നതായിട്ട് അവർക്ക് തോന്നും. പക്ഷേ ആ കേൾക്കുന്ന വ്യക്തി, അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരിക്കും. കാര്യം സ്വയം ആത്മാഭിമാനമുള്ള വ്യക്തി, അല്ലെ സ്വയം ബുദ്ധിമുട്ടുകളിൽ കൂടെ വന്ന വ്യക്തി, കഷ്ടപ്പാടെല്ലാം അനുഭവിച്ച ഒരു ലെവലിൽ വന്നു കഴിയുന്നുണ്ട്. ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഒരു മറ്റുള്ളവരുടെ കാര്യം സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി, ആരെയും വഞ്ചിക്കാതെ ആരെയും ചതിക്കാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു വ്യക്തികളുടെ വാക്കിൽ ഒരു വ്യക്തി നമ്മളെ അപമാനിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, നമുക്ക് ദോഷം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ കാണും. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമായിരിക്കും.
ശരിയല്ല ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കാര്യം അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ പറയുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് ചിലപ്പം അവർക്ക് തമാശ ആയിരിക്കും, അല്ലെ അവർക്കൊരു ടൈം പാസ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ആ ഓപ്പോസിറ്റ് വ്യക്തി ഒന്ന് ദ്രോഹിക്കണം, ഒന്ന് ദുഃഖിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. അവർക്കത് സിമ്പിളായിരിക്കും. പക്ഷേ അത് ഉൾക്കൊള്ളുന്ന, അത് അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളപ്പോൾ എല്ലാ മനുഷ്യനും ഒരുപോലല്ല എന്നുള്ള കാര്യങ്ങളോടെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.